ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ എന്താണ്? ആൽഫ ബീറ്റ ബി ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ. ഏത് ഇക്വേഷൻ? എന്താ? x² പ്ലസ് 2ax പ്ലസ് 3a പ്ലസ് 10 = 0. ഇത് ആക്ച്വലി വളരെ ഈസി ആയ ക്വസ്റ്റൻ ആണ്. അത് ക്വാഡ്രാറ്റിക് ക്വസ്റ്റൻ ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. വളരെ ഈസി ആയ ക്വസ്റ്റൻ ആണ്. അതായത് വളരെ സെക്കൻഡോട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? ആൽഫ <1 ബീറ്റ. അതായത് ഇതിൽ ഗ്രാഫ് വരച്ചാൽ 1 ഇവിടെ ആണെങ്കിൽ 1നേക്കാൾ ചെറുതാണെന്ത്? ആൽഫ. 1നേക്കാൾ വലുതാണെന്ത്? ബീറ്റ അല്ലെ. പിന്നെ x² കോഷ്യന്റ് ഇവിടെ 1 അല്ലേ അല്ലെ. അവിടെ x² കോഷ്യന്റ് 1 ആയതുകൊണ്ട് x² കോഷ്യന്റ് പോസിറ്റീവ് അല്ലേ. x² കോഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് അപ്വേർഡ് പരാബോള അല്ലേ വരിക? ഇതാണ് വരിക. ഇതല്ലേ ഗ്രാഫ് വരിക? അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചാണ്, നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചാണ് 1ന്റെ ഇമേജ് ഇവിടെ താഴെയല്ലേ അല്ലെ. താഴെ ആകുമ്പം f(1) നെഗറ്റീവ് അല്ലേ വരിക അല്ലെ. അപ്പൊ 1ന്റെ ഇമേജ് താഴോട്ടാ. 1ന്റെ ഇമേജ് താഴോട്ടാ നമ്മളെ f(1). 1ന്റെ ഇമേജ് എന്താ? നെഗറ്റീവാ. f(1) നെഗറ്റീവാ അല്ലെ. അവിടെ f(x) ആരാ? ഫംഗ്ഷൻ ആരുടെ? ഫംഗ്ഷൻ ആരാ? x² പ്ലസ് 2ax പ്ലസ് 3a പ്ലസ് 10 അല്ലേ അല്ലെ. അപ്പൊ f(1) എന്താ വരിക? എക്സിന് 1 കൊടുത്താൽ പോലെ അല്ലെ. എക്സിന് 1 കൊടുക്കുമ്പോഴേ 1² പ്ലസ് 2a × 1 2a പ്ലസ് 3a പ്ലസ് 10 നെഗറ്റീവ് ആവൂലേ അല്ലെ. ഇതാരാ? 2a പ്ലസ് 3a 5a. 1 പ്ലസ് 10 11 അല്ലേ. ആ 11 ഇങ്ങോട്ട് -11 ആവൂലേ. അപ്പൊ a <11/5 ആവൂലേ. a -11/5. അവിടെ a -11/5 എന്ന് പറഞ്ഞാലേ -∞ വരെ പോകില്ലേ. അപ്പൊ ആൻസർ എന്താ? -∞ to -11/5. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. ഒറ്റ അടിക്കാൻ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ